എത്ര കൊല്ലമായി അത് തുടങ്ങിയിട്ട്? 2-3 കൊല്ലമല്ലേ നിങ്ങളുടെ അത് തുടങ്ങിയിട്ടായിട്ടുള്ളൂ. അപ്പോ ഒരു വിഷയത്തിന്റെ അടിസ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു കൊള്ളണം എന്നില്ല. ചെയ്തോ ഇല്ലേ മറ്റൊരു വിഷയം. പക്ഷേ ഒരു കാര്യം പ്രമാണമാകണമെങ്കിലും ഇസ്ലാമികമാകണമെങ്കിലും അങ്ങനെ ഉണ്ടാകൽ നിർബന്ധമില്ല. എന്തിനാണ് ഞാനിത് പറഞ്ഞത്? നബി തങ്ങൾ മങ്കൂസ് തോതിയോ? ഇല്ല. അപ്പൊ തന്നെ ഒരു സുന്നി കാക്കാടെ മനസ്സിലൊരു ആട്ടം. ശരിയാണല്ലോ, നബി തങ്ങൾ ഇപ്പൊ മങ്കൂസ് ഓതിയില്ലല്ലോ, പിന്നെ നമ്മൾ ഓതുന്നത്? നബി തങ്ങൾ മൊയ്തീമാല ഓതിയോ? സമീപത്ത് എവിടെയോ വന്നുപോയ ഒരു സക്കരിയ മൗലവിയുണ്ട്. അയാൾ ഇമാമികളുടെ മേലെ കുരച്ചു ചാടിയിട്ട് പോയി. എന്നാ ഒരു കാര്യം മനസ്സിലാക്കിക്കോ വാപ്പമാരെ, മങ്കൂസ് മൗലിദ് ഉണ്ടാക്കിയതാരാണ്? സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ എന്ന തൗഹീദ് തിരിയുന്ന പണ്ഡിതനാണ് കേട്ടോ, അല്ലാതെ ഏതെങ്കിലും വിവരദോഷി ഉണ്ടാക്കിയതല്ല. ബഹുമാനപ്പെട്ട മൊയ്തീമാല ഉണ്ടാക്കിയതാരാണ്? ഒരു കുബൂരിയായ ഖാദി മുഹമ്മദ് എന്ന് അടുത്തൊരു സ്ഥലത്ത് സക്കരിയ പ്രസംഗിച്ചിട്ട് പോയി. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ആരാണ് മൊയ്തീമാല ഉണ്ടാക്കിയത്? ഖാദി മുഹമ്മദ വർഗീള ആണോവർ, കോഴിക്കോടത്തൂറ അത്തിരേ ഉള്ളോവർ, കോർവ ഇതൊക്കെയും നോക്കിയെടുത്തോവർ. ഇത് മുഴുവനും അവിടുന്ന് നോക്കിയെടുത്ത് രചന നടത്തിയത് ആരാണ്? ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദ് റഹിമഹുല്ലാഹ് 400 കൊല്ലം മുമ്പ് കോഴിക്കോട്ട് ഖാദിയായിരുന്നു. 400 കൊല്ലം മുമ്പ് കോഴിക്കോട്ട് ഖാദിയായിരുന്ന പണ്ഡിതൻ മുശ്രിക്കായിരുന്നു എന്ന് പറയാൻ പറ്റുമോ മുസ്ലിമീങ്ങളെ? അന്ന് ഖാദിയാക്കിയ ആളുകളും അപ്പം മുശ്രിക്കാവണ്ടേ? അന്ന് ജീവിച്ചിരുന്ന മറ്റേ ആലിമീങ്ങളും മുശ്രിക്കാവണ്ടേ? നിങ്ങൾ ആലോചിക്കണം. 400 കൊല്ലം മുമ്പ് കോഴിക്കോട് ഖാദിയായിരുന്ന മഹാൻ മുശ്രിക്കാണെങ്കിൽ അന്ന് ബൈഅത്ത് ചെയ്ത് ഖാദിയാക്കിയവർ മുഴുവനും മുശ്രിക്കീങ്ങളല്ലേ? അന്ന് ഖാദിയാക്കണമെങ്കിൽ കീഴിൽ കുറെ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ നിന്ന് തെരഞ്ഞെടുത്തതായിരിക്കുമല്ലോ. ബാക്കിയുള്ള മുഴുവൻ പണ്ഡിതന്മാരും മുശ്രിക്കീങ്ങളായിരുന്നോ? അല്ല കേട്ടോ, അത് പറയാൻ ഈമാനുള്ളവരെ കിട്ടൂല. അപ്പൊ ഖാദി മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് അറബി ഭാഷയിൽ 100 കണക്കിന് ഗ്രന്ഥം എഴുതിയ മഹാനാണ്. മാത്രമല്ല ആ ഖാദി മുഹമ്മദ് റഹിമഹുല്ലാ കോഴിക്കോട് ഇരുന്നിട്ട് വല്ല തോന്നിവാസവും എഴുതിയാൽ ചോദ്യം ചെയ്യാൻ പറ്റുന്ന ആലിമാകുന്ന സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പൊന്നാനിയിലുണ്ട് കേട്ടോ. പൊന്നാനിയിലുള്ള സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ വല്ല തെറ്റും ചെയ്താൽ അത് ചോദ്യം ചെയ്യാൻ ഖാത്തിമത്തുൽ മുഹഖ്ഖീൻ ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ മക്കയിലുണ്ട്. ആ മക്കത്തെ പണ്ഡിതന്റെ അടുത്ത് ഓതി പഠിച്ച മഹാനാണ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ. ആ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ കാലത്താണ് ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദ് അവർകൾ കോഴിക്കോട് ഖാദിയായത്. അപ്പൊ ഇസ്ലാമിക വിരുദ്ധരായിരുന്നോ ഇവരെല്ലാം? അത് സമ്മതിച്ചു കൊടുക്കാൻ നിങ്ങളുടെ ഈമാൻ അനുവദിക്കുന്നുണ്ടോ? മാത്രമല്ല ഖാദി മുഹമ്മദ് അവർകൾ സ്വന്തമുണ്ടാക്കിയിട്ട് എഴുതിയതാണോ മുഈദ്ദീൻ ശൈഖിന്റെ കറാമത്ത്? അല്ല, അവർ ചൊന്നേ ബൈതീന്നും ബഹജാകിതാബീന്നും അങ്ങീനെ തക്മീല തന്നിന്നും ചൊന്നോവർ. ഖാദി മുഹമ്മദ് അവർകൾ സ്വന്തമായി ഒന്നും അതിൽ എഴുതിയിട്ടില്ല. അതിൽ 3 വിഷയങ്ങളിൽ നിന്നുള്ള അവലംബങ്ങളാണ്. ഒന്ന്, അവർ ചൊന്ന ബൈത്ത് എന്ന് കിട്ടിയതാണ്, അഥവാ മുഈദ്ദീൻ ശൈഖ് തങ്ങളുടെ ബൈത്തിൽ നിന്ന് കിട്ടിയതാണ്. മുഈദ്ദീൻ ശൈഖ് തങ്ങൾ മഹാനാണെന്ന് നിങ്ങളുടെ നേതാവ് ഇബ്നു തൈമിയ്യ എഴുതിയിട്ടുണ്ട്. കെ എം മൗലവി അൽ വിലായ വൽ കറാമ എന്ന അറബി മലയാള പ്രസിദ്ധീകരണത്തിൽ എഴുതിയിട്ടുണ്ട്. എന്താണ് മുഈദ്ദീൻ ശൈഖിന്റെ കറാമത്തുകൾ? മുസ്ലിം ലോകത്തിന്റെ ഏകോപനം കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്, അഥവാ തവാത്തുർ കൊണ്ട് സ്ഥിരപ്പെട്ടതാണെന്ന് അൽ വിലായ വൽ കറാമയിൽ എഴുതി
എഴുതിയിട്ടുണ്ട്. ആ മുഹയ്യിദ്ദീൻ ശൈഖിന്റെ ബൈത്തിൽ നിന്ന് കിട്ടിയ വിവരമാണ്. ബഹജ കിതാബീന്നും ബഹജത്തുൽ അസ്റാർ എന്ന കിതാബിൽ നിന്നാണ് ബാക്കിയുള്ള വിവരങ്ങൾ കിട്ടിയത്. അല്ലാതെ എനിക്ക് തോന്നിയത് എഴുതിയതല്ല. ബഹജത്തുൽ അസ്റാർ ആരുടെ കിതാബാണ്? ഇമാം അലി അശ്ശത്നൂഫിയുടെ കിതാബാണ്. ഇമാം അലി അശ്ശത്നൂഫി ആരാണ്? ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ അഥവാ ഒരു ഹദീസിന്റെ നിവേദന പരമ്പരയിലെ ഒരാൾ യോഗ്യനാണോ അയോഗ്യനാണോ എന്ന് പറയാൻ യോഗ്യതയുള്ള പണ്ഡിതനാണ് ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ്. അവിടുന്ന് മഹാനവറുകൾ എഴുതി വെക്കുന്നു, അവിടുന്ന് സ്വീകാര്യ യോഗ്യനായ പണ്ഡിതനാണ് അലി അശ്ശത്നൂഫി. ഇനി സംശയമുണ്ടെങ്കിൽ അബ്ദുൽ ഹയ്യുൽ ലഖ്നവി എഴുതിയ അൽ ആസാറുൽ മൗദൂഅ എന്ന് പറയുന്ന കിതാബിൽ അലി അശ്ശത്നൂഫിയുടെ കിതാബാകുന്ന ബഹജത്തുൽ അസ്റാർ ഉംദത്തുൻ ഫീ താരീഖ് ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്നവിടുന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുഹയ്യിദ്ദീൻ ശൈഖിന്റെ ബൈത്തിൽ നിന്ന് കിട്ടിയ വിവരം ലോകപ്രസിദ്ധ പണ്ഡിതനും സ്വീകാര്യയോഗ്യനുമായ അലി അശ്ശത്നൂഫിയുടെ കിതാബ് ബഹജത്തുൽ അസ്റാറിൽ നിന്ന് കിട്ടിയ വിവരം മാത്രമല്ല, ഇനി ബാക്കിയുള്ളതോ അങ്ങീനെ തക്മീല തന്നിന്തും ചൊന്നോവർ. തക്മില എന്ന മുഹയ്യിദ്ദീൻ ശൈഖിന്റെ ഉപദേശത്തിൽ നിന്നും 3 അവലംബങ്ങളിൽ 2 മുഹയ്യിദ്ദീൻ ശൈഖിൻ്റെതാണ്. മുഹയ്യിദ്ദീൻ ശൈഖ് നിങ്ങളുടെ അടുക്കൽ സ്വീകാര്യയോഗ്യനായ നവോത്ഥാന നായകനാണ്. അത് നിങ്ങൾ സമ്മതിച്ചിട്ടുണ്ട്. നിങ്ങളുടെ നേതാവ് ഇബ്നു തൈമിയ്യ, നിങ്ങളുടെ നേതാവ് കെ.എം. മൗലവി. മാത്രമല്ല ഔലിയാക്കൾക്ക് ഇങ്ങനെയൊക്കെ കറാമത്തുണ്ടാകാമെന്ന് അൽ ഫുർഖാൻ ബൈന ഔലിയാഇർ റഹ്മാൻ വ ഔലിയാഇശ് ശൈത്താൻ എന്ന കിതാബിലും നിങ്ങളുടെ ഇബ്നു തൈമിയ്യ സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കെ ലോകപ്രസിദ്ധനായ പണ്ഡിതന്മാരിൽ നിന്ന് എഴുതി വെച്ച അവലംബങ്ങളാണ് കോഴിക്കോട് ഖാദി എഴുതിയത്. അല്ലാതെ ഖാദി മുഹമ്മദിന്റെ വക ഒന്നും അതിലില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് കോർവായി ഇതൊക്കെയും നോക്കിയെടുത്തോവർ. ഇത് നോക്കിയെടുത്ത് മാലയാക്കിയിട്ടേ ഉള്ളൂ, അല്ലാതെ സ്വന്തമായി എഴുതിയിട്ടില്ല. അങ്ങനെയുള്ള ഇമാം ഖാദി റഹിമഹുല്ലാഹ് എഴുതിയതാണ് മുഹയ്യിദ്ദീൻ മാല, അല്ലാതെ ഏതെങ്കിലും വിവരദോഷി എഴുതിയതല്ല. മങ്കൂസ് മൗലിദ് എഴുതിയത് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് തിരിയാത്ത ആളല്ല, മുഹമ്മദുർ റസൂലുള്ളാഹ് മനസ്സിലാകാത്ത ആളല്ല. അതുകൊണ്ട് പഠിച്ചു വെച്ചോ സാധാരണക്കാരെ. ഒരു കാര്യം ഇസ്ലാമിൽ തെളിവാകണമെങ്കിൽ നബിതങ്ങൾ ചെയ്തു കൊള്ളണമെന്നില്ല. മൈക്കിലൂടെ നബിതങ്ങൾ പ്രസംഗിച്ചിട്ടില്ല, കോളേജ് നബിതങ്ങൾ നടത്തിയിട്ടില്ല. ഇവിടെ പത്രം നടത്തുന്നുണ്ടല്ലോ മുജാഹിദുകൾ. നിങ്ങൾ അള്ളാഹിന്റെ അടുത്ത് നിന്ന് കൂലി കിട്ടാൻ നടത്തുന്ന ദഅവാ പ്രവർത്തനമാണെന്ന് നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അങ്ങനെയാണെങ്കിൽ നബിതങ്ങൾ അത് ചെയ്തിട്ടുണ്ടോ? അത് അള്ളാഹിന്റെ റസൂലിന്റെ അടുക്കൽ എടുക്കാൻ പറ്റുമോ? അത് ബിദ്അത്തല്ലയോ? എല്ലാ ബിദ്അത്തും ദലാലത്തല്ലയോ? എല്ലാ ദലാലത്തും ദലാലത്തിലേക്കല്ലയോ? മുജാഹിദുകളെ പറയുമ്പോ വെളിവ് വേണം കേട്ടോ. ഒരു മുജാഹിദുകാരൻ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നബിദിനാഘോഷം നടത്തിയാൽ അത് നരകത്തിലേക്കാണ്. അത് വിവരദോഷത്തിന്റെ അടിസ്ഥാനമാണ് കേട്ടോ. നബിദിനം നരകത്തിലേക്കാണെന്ന് പറയാൻ അയാളുടെ കയ്യിൽ വല്ല പ്രമാണവുമുണ്ടോ? ഒരൊറ്റ പ്രമാണവുമില്ല. അതിലെന്തേ അത് ഉൾപ്പെടാതെ പോയത്? അത് ഗൗരവമായി ആലോചിക്കണം. ഇത് സുന്നി വോയിസ് എന്ന് പറയുന്ന സുന്നികളുടെ ഏറ്റവും ആധികാരിക വോയിസാണ്. മൗലിദ് പണ്ഡിത നിലപാടുകൾ ഇത് 2000 ജൂലൈയിൽ എഴുതിയിട്ടുള്ളതാണ്, 16-ാം തീയതി. അടിസ്തോക്കു ഇബ്നു ഹജർ എന്നിവരോട് ചോദിക്കാൻ ഒരാൾ മൗലിദ് ആഘോഷത്തെ പറ്റി ഇബ്നു ഹജർ എന്നിവരോട് ചോദിക്കുകയുണ്ടായി. ഇബ്നു ഹജർ മറുപടി പറഞ്ഞു, അടിസ്ഥാനപരമായി മൗലിദ് ബിദ്അത്താണ്. എന്താണ്? അടിസ്ഥാനപരമായി മൗലിദ് ബിദ്അത്താണ്. മൗലിദ് ബിദ്അത്താണ്. ബിദ്അത്തോ വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. അടിസ്ഥാനപരമായി നബിദിനം ബിദ്അത്താണ്. ബിദ്അത്ത് അടിസ്ഥാനപരമായി നരകത്തിലേക്കാണ്. അപ്പൊ ഏത് വഴി സ്വീകരിക്കണം? അടിസ്ഥാനപരമായി ബിദ്അത്തായ നബിദിനം സ്വീകരിക്കുക വഴി വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ അല്ലേ? ആ പുഴ ഒഴുകി ചെല്ലുന്നത് അറബിക്കടലിലാണ്, ആ ബിദ്അത്ത് ഒഴുകി ചെല്ലുന്നത് നരകാഗ്നിയിലാണ്.
മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? നബിദിനം എന്ന ബിദ്അത്ത് ഒഴുകിച്ചെല്ലുന്നത് നരകത്തിലേക്കാണ്. നബിയെ അങ്ങയോടുള്ള സ്നേഹമായിരുന്നു, പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ ഒരു അടിസ്ഥാനവും വേണ്ട, കുല്ലു ബിദ്അത്തുൻ ദലാല, തോന്നിയതുപോലെ അർത്ഥം വെക്കാനല്ലേ. അപ്പൊ ഈ സാൽവേഷനോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുല്ലു ബിദ്അത്തുൻ ദലാല, എല്ലാ പുതിയ കാര്യങ്ങളും ദലാലത്താണ്, സാൽവേഷനും ദലാലത്തിലാണ്. എറണാകുളത്ത് ഒരു ഫ്ലെക്സ് മിഷൻ നടക്കുന്നുണ്ട്, 10-300 ഫ്ലെക്സ് കൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ ചിത്രീകരണം. അതാണ് ഈ സാൽവേഷൻ എന്ന് പറയുന്ന സാധനം. അതോ വിദേഹത്താണ്? ആ വിദേഹത്തോ ദലാലത്തുമാണ്, ദലാലത്തോ നരകത്തിലേക്കുമാണ്. അതിൽ ഉദ്ഘാടനം ചെയ്തതോ ഏതോ ഒരു സെഷന് പ്രസംഗിച്ച ആളോ നരകത്തിലേക്ക് പ്രസംഗിച്ച ആളുമാണ്.